ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരി വിരുദ്ധ ടാസ്ക് ഫോഴ്സ് മേധാവിമാരുടെ രണ്ടാം ദേശീയ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. പോലീസ് അതിക്രമങ്ങളും കസ്റ്റഡി മർദ്ദനവും സംബന്ധിച്ചുള്ള അടിയന്തര പ്രമേയത്തിന്മേൽ കേരള നിയമസഭയിൽ ചർച്ച ആരംഭിച്ചു. സംസ്ഥാനത്ത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് മുന്നോടിയായുള്ള CEO അറ്റ് ഉന്നതി പദ്ധതിക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ തുടക്കം കുറിക്കും. രാജ്യത്ത് പിഴ കൂടാതെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്നത്തേക്ക് കൂടി നീട്ടി. ശാസ്ത്രീയ കണ്ടെത്തലുകളിൽ നിന്ന് ആഗോള പ്രവർത്തനങ്ങളിലേക്ക് എന്ന പ്രമേയവുമായി ഇന്ന് ലോക ഓസോൺ ദിനം ആചരിക്കുന്നു. ഫിഡെ വനിതാ ഗ്രാൻഡ് സ്വിസ് കിരീടം നേടിയ വൈശാലി രമേശ് ബാബുവിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാർത്തകൾ വിശദമായി. സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലഹരി വിരുദ്ധ ടാസ്ക് ഫോഴ്സ് മേധാവിമാരുടെ രണ്ടാം ദേശീയ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. 2 ദിവസത്തെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. ലഹരി മരുന്ന് മുക്ത ഇന്ത്യ സാധ്യമാക്കുന്നതിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. ലഹരി മരുന്നിനെതിരായ പോരാട്ടത്തിൽ വിവിധ സംസ്ഥാനങ്ങളും സർക്കാർ ഏജൻസികളും കൈവരിച്ച പുരോഗതി സമ്മേളനം അവലോകനം ചെയ്യും. പോലീസ് അതിക്രമങ്ങളും കസ്റ്റഡി മർദ്ദനവും സംബന്ധിച്ചുള്ള അടിയന്തര പ്രമേയത്തിന്മേൽ നിയമസഭയിൽ ചർച്ച ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. ലോക്കപ്പ് മർദ്ദനങ്ങളെക്കുറിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന റോജി എം ജോണിന്റെ ഉപക്ഷേപത്തിന് പ്രതികരണമായി ഇക്കാര്യം സമൂഹം മുഴുവൻ ചർച്ച ചെയ്യുകയല്ലേ എന്നും നമുക്കും ചർച്ച ചെയ്യാമെന്നും മുഖ്യമന്ത്രി പ്രതികരിക്കുകയായിരുന്നു. ഇതേ തുടർന്നായിരുന്നു 12 മണി മുതൽ 2 മണിക്കൂർ ചർച്ച ചെയ്യുന്ന കാര്യം സ്പീക്കർ അറിയിച്ചത്. ഇത്തരത്തിൽ നിലവിലെ സഭയിലെ 14ാമത് ചർച്ചയാണ് നടക്കുന്നതെന്നും ഇത് റെക്കോർഡാണെന്നും സ്പീക്കർ ചൂണ്ടിക്കാട്ടി. അമേരിക്കൻ തീരുവ വർധനവെ തുടർന്ന് ഉണ്ടാകുന്ന പ്രതിസന്ധികളെക്കുറിച്ച് പി ചിത്തരഞ്ജൻ ശ്രദ്ധ ക്ഷണിച്ചതിന് മറുപടിയായി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വഴിയെ പ്രതിസന്ധികൾ മറികടക്കാനാവുമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. ചർച്ച ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അടിയന്തര പ്രമേയത്തെ എതിർത്ത് ഇ. ചന്ദ്രശേഖരൻ MLA ആണ് ഇപ്പോൾ സംസാരിക്കുന്നത്. കെ-ഫോൺ വഴി അടുത്ത വർഷത്തോടെ 2.5 ലക്ഷം ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കെ-ഫോൺ സേവനം ആരംഭിച്ച് കുറഞ്ഞ കാലയളവിൽ 1 ലക്ഷം കണക്ഷനും രാജ്യത്തെവിടെയും ഇന്റർനെറ്റ് കണക്ഷൻ നൽകാനുള്ള ലൈസൻസും എന്ന അഭിമാന നേട്ടം കൈവരിച്ചതായി നിയമസഭയിൽ ചോദ്യങ്ങൾക്ക് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു. അടുത്ത വർഷത്തോടെ 2.5 ലക്ഷം കണക്ഷൻ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായി ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകി വരുന്നുണ്ട്. നിലവിൽ 14,194 കുടുംബങ്ങൾക്ക് സൗജന്യമായി കണക്ഷൻ നൽകിയിട്ടുണ്ട്. ഇതിനോടകം 23,355 സർക്കാർ ഓഫീസുകളിൽ കെ-ഫോൺ കണക്ഷൻ നൽകിയിട്ടുണ്ട്. വാണിജ്യ അടിസ്ഥാനത്തിൽ ലഭ്യമാക്കുന്ന 79,123 ഫൈബർ ടു ദ ഹോം കണക്ഷനുകൾ നിലവിൽ നൽകിയിട്ടുണ്ട്. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസത്തിനുള്ള ടൌൺഷിപ്പ് നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നതായി മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. ടൌൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വയനാട് ജില്ലാ കളക്ടർ ചെയർപേഴ്സണായ കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഏകോപിപ്പിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് മുന്നോടിയായുള്ള CEO അറ്റ് ഉന്നതി പദ്ധതിക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ തുടക്കം കുറിക്കും. SIR ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി അഗളി IHRD കോളേജിലെ ഇലക്ടറൽ ലിറ്ററസി ക്ലബിലെ വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവദിച്ചു. സുതാര്യമായ വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് ലോക ഓസോൺ ദിനം. ശാസ്ത്രീയ കണ്ടെത്തലുകളിൽ നിന്ന് ആഗോള പ്രവർത്തനങ്ങളിലേക്ക് എന്നതാണ് ഈ വർഷത്തെ ഓസോൺ ദിന പ്രമേയം. ഭൂമിയെ സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഓസോൺ പാളിയെക്കുറിച്ചും അതിന്റെ സംരക്ഷണത്തെക്കുറിച്ചുമുള്ള അവബോധം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോക ഓസോൺ ദിനം ആചരിക്കുന്നത്. 1987 ഒപ്പുവെച്ച മോൺട്രിയാൽ പ്രോട്ടോകോളിന്റെ സ്മരണാർത്ഥം 1994 മുതൽ ആണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ദിനാചരണം ആരംഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്ത് പിഴ കൂടാതെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള സമയപരിധി 1 ദിവസത്തേക്ക് കൂടി നീട്ടി. ഇന്ന് കൂടി റിട്ടേൺ സമർപ്പിക്കാവുന്നതാണെന്ന് ആദായ നികുതി വകുപ്പ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. നികുതിദായകരെ സഹായിക്കാനായി 24 മണിക്കൂറും ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ട്. സേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കി മുന്നോട്ടു പോവുകയാണ്
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ. ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഊർജ്ജ ഉൽപാദനത്തിൽ രാജ്യത്ത് സംഭവിക്കുന്ന അഭൂതപൂർവമായ പരിവർത്തനമാണ് ഇന്നത്തെ സേവാ പർവിലൂടെ വിശദമാക്കുന്നത്. കാർബൺ ബഹിർഗമനം കുറയ്ക്കുക, പരിസ്ഥിതി സൗഹൃദ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ഊർജ്ജ ലഭ്യത മെച്ചപ്പെടുത്തുക, ആഗോള കാലാവസ്ഥാ പ്രവർത്തനങ്ങളിലെ ഇന്ത്യയുടെ പങ്ക് ശക്തിപ്പെടുത്തുക എന്നിവയാണ് ശുദ്ധമായ ഊർജ്ജോൽപാദനത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ये हमारा फ्यूचर है. ऐसे ही प्रयासों से भारत तेजी के साथ क्लीन एनर्जी और क्लीन मोबिलिटी का एक रिलायबल सेंटर बनेगा. 2014 മാർച്ച് മുതൽ 2025 ജൂൺ വരെയുള്ള കാലയളവിൽ രാജ്യത്തെ പുനരുപയോഗ ഊർജ്ജശേഷി ഏകദേശം 3 ഇരട്ടി വർദ്ധിച്ച് 226.8 ജിഗാവാട്ടായി. നിലവിൽ പുനരുപയോഗ ഊർജ്ജവും ആണവോർജ്ജവും ഉൾപ്പെടെയുള്ള ഫോസിൽ ഇതര ഇന്ധന സ്രോതസ്സുകൾ ഇന്ത്യയുടെ മൊത്തം ഊർജ്ജശേഷിയുടെ 49% സംഭാവന ചെയ്യുന്നു. സൌരോർജ്ജ ഉൽപാദനം 1,80,000 ജിഗാവാട്ട് അവറായി ഉയർന്നതോടെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സൌരോർജ്ജ ഉൽപാദക രാജ്യമായി ഇന്ത്യ മാറി. PM കുസും പദ്ധതി സോളാർ പമ്പുകളിലൂടെ കർഷകരെ ശാക്തീകരിക്കുന്നു. 1 കോടി വീടുകളിൽ പുരപ്പുര സൌരോർജ്ജ പാനൽ സ്ഥാപിച്ച് സൌജന്യ വൈദ്യുതി ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള PM സൂര്യക്കാർ മുഫ്തി ബിജ്ലി യോജന ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. സേവാ പർവിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക ചർച്ച ഇന്ന് വൈകിട്ട് 3:30 പ്രക്ഷേപണം ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഇന്ന് നാരി ശക്തി വന്ദൻ അധിനിയത്തെക്കുറിച്ച് ദേശീയ വനിതാ കമ്മീഷൻ ഉപദേശക സമിതി അംഗം അഡ്വക്കേറ്റ് ജി അഞ്ജന ദേവി സംസാരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പച്ചത്തുരുത്ത് പുരസ്കാര വിതരണം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. വൈകുന്നേരം 6 മണിക്ക് വഴുതക്കാട് ടാഗോർ തിയേറ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. പുരസ്കാരം നേടിയ മികച്ച പച്ചത്തുരുത്തുകളുടെ അവതരണം ടാഗോർ തിയേറ്ററിൽ ആരംഭിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളിലും വനംവകുപ്പ് റേഞ്ച് ഓഫീസുകളിലും ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. വനംവകുപ്പിന്റെ സേവനങ്ങളെക്കുറിച്ചുള്ള പരാതികളും സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഇതിലൂടെ സമർപ്പിക്കാനാകും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. വന്യജീവി ആക്രമണം അതിരൂക്ഷമായ കൊട്ടിയൂർ, കേളകം, അയ്യങ്കുന്ന്, കണിച്ചാർ, ചെറുപുഴ, ഉദയഗിരി, പയ്യാവൂർ, ഉളിക്കൽ, പരിയാരം, ചിറ്റാരിപ്പറമ്പ്, പാട്യം, തൃപ്പങ്ങോട്ടൂർ, കോളയാട്, ആറളം പഞ്ചായത്തുകളിലാണ് ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുക. ഈ മാസം 30 വരെ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കുകൾ വഴി വിളനാശം, നഷ്ടപരിഹാരം വൈകുന്നത്, സുരക്ഷാ ഭീഷണി എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികൾ രേഖാമൂലം നൽകാനുള്ള സൗകര്യമുണ്ടാകും. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് പോളിടെക്നിക് കോളേജിൽ ഈ വർഷത്തെ ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് പ്രോസസിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിൽ സർക്കാർ സംവിധാനത്തിന് കീഴിലുള്ള ഏക 1 വർഷ FRP കോഴ്സാണിത്. ഈ മാസം 26 അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി. 20 പേർക്ക് മാത്രമായിരിക്കും പ്രവേശനം. പത്തനംതിട്ട ജില്ലയിലെ ആദ്യ അവയവദാനത്തിന് 30 ആണ്ടിന്റെ ചരിത്രം. പത്തനംതിട്ട സ്വദേശി ചിറ്റാർ ശ്രീധരൻ വൈദ്യരുടെ കണ്ണുകളാണ് 2 പേർക്ക് കാഴ്ചയും ജീവിതവും പകർന്നു നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. വിഷചികിത്സകനും കവിയുമായിരുന്ന ശ്രീധരൻ വൈദ്യർ തന്റെ 72-ാം വയസ്സിലാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നടന്ന നേത്രദാന ബോധവൽക്കരണ ക്ലാസിൽ അവയവദാന സമ്മതപത്രം ഒപ്പിട്ടു നൽകുന്നത്. 1 വർഷത്തിനു ശേഷം അദ്ദേഹം ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടഞ്ഞപ്പോൾ ബന്ധുക്കൾ ചേർന്ന് ശ്രീധരൻ വൈദ്യരുടെ ആഗ്രഹം നിറവേറ്റുകയായിരുന്നു. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന ശസ്ത്രക്രിയയിലൂടെ വാസു, കൃഷ്ണൻകുട്ടി എന്നിവർക്ക് വെളിച്ചമേകി. വൈദ്യരുടെ പാത പിന്തുടർന്ന് അദ്ദേഹത്തിന്റെ മക്കളും കൊച്ചുമക്കളും അടങ്ങിയ 2 തലമുറ നേത്രദാന സമ്മതപത്രം നൽകിയിട്ടുണ്ട്. 2025 ഫിഡെ വനിതാ ഗ്രാൻഡ് സ്വിസ് കിരീടം നേടിയ വൈശാലി രമേശ് ബാബുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ചെസ്സിനോടുള്ള വൈശാലിയുടെ അഭിനിവേശവും സമർപ്പണവും മാതൃകാപരമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ദിവ്യ ദേശ്മുഖിനും കൊനേരി ഹംപിക്കും ശേഷം 2026 ഫിഡെ വനിതാ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിലേക്ക് യോഗ്യത നേടുന്ന 3ാമത്തെ ഇന്ത്യൻ വനിതയായി വൈശാലി മാറി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരി വിരുദ്ധ ടാസ്ക് ഫോഴ്സ് മേധാവിമാരുടെ 2ാം ദേശീയ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. പോലീസ് അതിക്രമങ്ങളും കസ്റ്റഡി മർദ്ദനവും സംബന്ധിച്ചുള്ള അടിയന്തര പ്രമേയത്തിന്മേൽ കേരള നിയമസഭയിൽ ചർച്ച ആരംഭിച്ചു. സംസ്ഥാനത്ത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് മുന്നോടിയായുള്ള CEO അറ്റ് ഉന്നതി പദ്ധതിക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു കേൽക്കർ തുടക്കം കുറിക്കും. രാജ്യത്ത് പിഴ കൂടാതെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്നത്തേക്ക് കൂടി നീട്ടി. ശാസ്ത്രീയ കണ്ടെത്തലുകളിൽ നിന്ന് ആഗോള പ്രവർത്തനങ്ങളിലേക്ക് എന്ന പ്രമേയവുമായി ഇന്ന് ലോക ഓസോൺ ദിനം ആചരിക്കുന്നു.
ഫിഡെ വനിതാ ഗ്രാൻഡ് സ്വിസ് കിരീടം നേടിയ വൈശാലി രമേശ് ബാബുവിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.